സുഹൃത്തുക്കളെ, ഇൻസ്റ്റാഗ്രാമിൽ 5 മില്യൺ വ്യൂവേഴ്സ് ഉള്ള മലയാളിയാണ് നമ്മുടെ പേളി മാണി. പക്ഷേ 5 മില്യൺ ഉണ്ടായിട്ടെന്താ, 5 പൈസയുടെ വിവരമില്ലല്ലോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പേളി മാണിക്ക് സംഭവിച്ചത്? സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ത്യയിൽ ഒരു വലിയ സമരം നടക്കുന്നുണ്ട്. കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ് സമരം ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരെ തല്ലിച്ചതയ്ക്കുന്നത് ആരെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ, മോഹൻലാൽ നമുക്ക് വിട്ടേക്കാം, മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ശബ്ദം കേൾക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റിന് തുടരാൻ അവകാശമില്ല എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ഒട്ടുമിക്ക എല്ലാ സെലിബ്രിറ്റികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഈ 5 മില്യന്റെ സെലിബ്രിറ്റിയുടെ ഒരു വർത്തമാനം വന്നത്. അതിങ്ങനെയാണ്: ഇഫ് യുവർ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ, ഗോ ബാക്ക് ഹോം എന്നാണ്. നിങ്ങളുടെ ജീവിതം ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. ഇതായിരുന്നു പേളി മാണി വളരെയധികം 3-4 പേജാക്കി എഴുതിയിട്ട ആ ഒരു പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ജീവിതം ഡേഞ്ചറാണ്, നിങ്ങൾ വേഗം വീട്ടിൽ പോയിട്ട് വല്ലതും പഠിക്കാൻ നോക്ക് എന്നീ തരത്തിലുള്ള പോസ്റ്റുകളായിരുന്നു നമ്മുടെ പേളി മാണിയുടെ ആയിട്ട് വന്നത്. എന്തായാലും പേളി മാണിയെ അപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സിബി മലയിനെ പോലും ഗംഭീരമായിട്ട് വിമർശിക്കാൻ പേളി മാണി മറന്നില്ലെന്നാണ്. ഇങ്ങനെയാണ് ഭീകരമായിട്ടുള്ള വിമർശനം വന്നത്. ആ പരാജയപ്പെട്ട പേളി മാണി പറഞ്ഞ ഇങ്ങനെയാണ്: സിബി മലയിൽ ഒരു പരാജയപ്പെട്ട സിനിമാക്കാരനാണ്. ആ ഒരു പരാജയപ്പെട്ട ആ ഒരു സിനിമാ സംവിധായകൻ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പോസ്റ്റുകളൊക്കെ എഴുതി എന്ന രീതിയിൽ കൂടി നമ്മുടെ പേളി മാണി എഴുതിയിട്ടു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കുറേ പോസ്റ്റുകൾ അവർക്ക് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പേളി മാണിയെ നമുക്ക് വിളിക്കേണ്ടി വരിക? പ്രിവിലേജ്ഡ് ആളാണ്, പ്രിവിലേജിന് മാണി എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രിവിലേജിന് പേളി എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അതൊന്നുകൂടി നന്നായിരിക്കും. കാരണം ഈ സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രിവിലേജും അത് അനുഭവിച്ചു വന്നിട്ടുള്ള ഒരാളാണ് പേളി മാണി. അവർക്ക് ഒരുപക്ഷെ ഇപ്പോൾ ആ കുട്ടികൾ അനുഭവിക്കുന്ന പോലെയുള്ള ഭാവിയെക്കുറിച്ചുള്ള ടെൻഷൻസ് ഒന്നും പേളി മാണിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലായിരിക്കാം. അവരൊരു ബ്രെഡ് ആയിട്ടായിരിക്കും അവർ വളർന്നിട്ടുണ്ടായിരിക്കുക. ഒരു വെൽ സെറ്റിൽഡ് കുടുംബത്തിലായിരിക്കും ജനിച്ചിട്ടുണ്ടായിരിക്കുക. വളരെ പെട്ടെന്ന് അക്ലെയിം കിട്ടുന്ന രീതിയിൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പ്രസിദ്ധയാവാനും ഒരുപാട് ഇൻ്റർവ്യൂസുകളൊക്കെ എടുക്കുവാനും ഒക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല രസകരമായിട്ട് ആങ്കറായിട്ട് ശോഭിക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരുപാട് മേഖലയിൽ ശോഭിച്ചുകൊണ്ട് സ്വന്തം ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഇനി അങ്ങോട്ട് ആലോചിച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ, സാമ്പത്തിക ബാധ്യതകളോ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ സ്വന്തം ജീവിതത്തിൽ ഇല്ല എന്ന് തോന്നുന്ന ഒരുപാട് പേളിമാര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെല്ലാം ചിന്തിക്കുന്നത് ഇത് മാത്രമാണ്: എന്തിനാണ് വെറുതെ ഈ സമരത്തിൽ പോയിട്ട് അവരുടെ ജീവിതം ഇങ്ങനെ കളയുന്നതെന്ന്. ഒറ്റ സംഗതി മാത്രം ആലോചിച്ചാൽ മതി. ഇത്തരം ആളുകൾ ഈ ഒരു ചിന്തയുണ്ടല്ലോ, എന്തിനാണ് എൻ്റെ ജീവിതം സമരം ചെയ്തുകൊണ്ട് നശിപ്പിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു ചിന്ത വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഗാന്ധിജിയും നെഹ്റുവും സന്ധ്യ തോപ്പിയും ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ അന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും ആ ഒരു ഭരണത്തിന് കീഴിൽ അടിമകളായിട്ട് ജീവിക്കേണ്ടി വന്നേനെ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഒരു സാമൂഹ്യ ബോധം എന്ന് പറയുന്നത് ഒരു 5 പോയിന്റ് പോലും ഇല്ല. 5 മില്യൺ ഉണ്ട്, 5 പൈസയ്ക്ക് പോലും സാമൂഹ്യ ബോധമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആളുകൾ ഇങ്ങനൊക്കെ ചിന്തിക്കുകയും മറ്റും ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു വലിയ മിസ്റ്റേക്ക് പേളി മാണി അടക്കമുള്ള ആളുകളൊക്കെ സംഭവിക്കുന്നത്, തനിക്ക് മുന്നേ കടന്നുപോയ ആളുകൾ മുഴുവൻ വളരെ ബോറാണ് എന്നൊരു ചിന്താഗതിയാണ്. പേളി മാണി പറഞ്ഞ ഒരു കാര്യം, ആ ഒരു കാര്യത്തോട് നമുക്ക് മനസ്സിലായത്, പേളി മാണി അടക്കമുള്ള ഒരുപാട് ആളുകളുടെ നമ്മൾ വിഗ്രഹങ്ങളായിട്ട് കൊണ്ടുനടന്ന പല ആളുകളുടെയും ആ വിഗ്രഹങ്ങൾ പൊളിഞ്ഞു വീഴുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പേളി മാണി ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വിമർശിച്ചവരെ വീണ്ടും വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിമർശനം വന്നത് ഇങ്ങനെയായിരുന്നു: നമ്മുടെ ഈ മനുഷ്യൻ, ഐ ഫോർഗെറ്റ് ദ നെയിം, സിബി മലയിൽ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പരാജയപ്പെട്ട സിനിമാക്കാരൻ എന്നുള്ളതാണ്. പരാജയപ്പെട്ട സിനിമാക്കാരൻ. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ?
ഭരതം എന്ന് പറയുന്ന സിനിമ, കിരീടം, കിരീടത്തിൻ്റെ 2ാം പാർട്ട്, ചെങ്കോല്, ആകാശദൂത്, കമലദളം, സമ്മർ ഇൻ ബത്ലഹേം, ഉസ്താദ്, ദശരഥ, ഇങ്ങനെയൊക്കെ വെച്ചെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാവുന്ന സിനിമകൾ. ഇനി ഒരിക്കലും ആ സിനിമ അത്രയ്ക്കധികം ഹേർട്ട് ടച്ചിങ് ആയതുകൊണ്ട് ഇനി ഒരു കാരണവശാലും കാണില്ല എന്ന് ഉറപ്പിക്കുന്ന സിനിമകൾ. ഒരുപക്ഷെ കാലമേറെ കഴിഞ്ഞാലും, ഒരുപക്ഷെ മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞാൽ പോലും ഇവിടെ നിലനിൽക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന ഹിസനിസതവും, ഭരതവും, കിരീടവും, ചെങ്കോലും, ആകാശദൂതും, കമലദളവും, സമ്മർ ഇൻ ബത്ലഹേം, ഉസ്താദും, ദശരഥവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സിനിമകൾ നമ്മുടെ ഈ ഒരു മനുഷ്യൻ്റെതായിട്ടുണ്ട്. ഇതൊന്നും പേളിമാണി എന്ന് പറയുന്ന അവർ ഇത് കണ്ടില്ലേ എന്നുള്ളതാണ് ഒരു സിമ്പിൾ ചോദ്യം. ഇങ്ങനെയൊക്കെ സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് ഗംഭീര സിനിമകളൊക്കെ തന്ന സിബി മലയിൽ എങ്ങനെയാണ് ഒരു പരാജയപ്പെട്ട സിനിമാക്കാരനായിട്ട് മാറുന്നത്? അങ്ങനെയാണെങ്കിൽ പേളിമാണി, കിരീടം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലെന്ന് പറയേണ്ടി വരില്ലേ? മോഹൻലാലിന് ഒരുപാട് അപ്ലൗസ് കിട്ടിയ, എത്രയോ ചെറുപ്രായത്തിലാണ് മോഹൻലാൽ കിരീടം എന്ന് പറയുന്ന സിനിമകളൊക്കെ ചെയ്യുന്നത്. തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയുണ്ട്. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വേഷം ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ആ സിനിമ കാണില്ല. അപാരമായ ഇഷ്ടമുള്ളത് കൊണ്ടാണ് കാണാത്തത്. അത്രയ്ക്കധികം ഹാർട്ട് ടച്ചിങ് ആണ് ആ ഒരു സിനിമ. അപ്പോൾ പേളിമാണിക്ക് സിബി മലയിനെ അറിയില്ല, കഴിഞ്ഞിട്ടില്ലെന്ന്. ദശരഥം എന്ന് പറയുന്ന സിനിമയുണ്ട്. മോഹൻലാലിൻ്റെ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ആണ്. കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ആ സിനിമ കാണണമെന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ ഈ വാടക ഗർഭപാത്രം എന്ന് പറയുന്ന സംഗതി ചർച്ച ചെയ്യുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ദശരഥം എന്ന് പറയുന്നത്. ഹിസനെ സദുള്ള. ഞാൻ ഇന്ന് പോലും ഒരു രംഗം കണ്ടിട്ട് പിന്നെ മുഴുവൻ ഇരുന്ന് കാണേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു പോയതാണ്. പലപ്പോഴും ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണുന്നൊരു സിനിമയാണ് ആഗസ്റ്റ് 1 എന്ന് പറയുന്ന സിനിമ. സിബി മലൻ്റെയും എസ് എൻ സ്വാമിയുടെ ഒക്കെ സിനിമ. ധനം എന്ന് പറയുന്ന സിനിമ, മുരളിച്ചേട്ടൻ്റെയും മോഹൻലാലിൻ്റെയും ഒരു അതിഗംഭീര പെർഫോമൻസ് സിനിമ. ഭരതം എന്ന് പറയുന്ന സിനിമ മോഹൻലാലിന് അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി സഹായിച്ച സിനിമകൾ. സതയം, ഒരു കാരണവശാലും നിങ്ങൾ ഈ സിനിമ ഒരൊറ്റ തവണ മാത്രമേ കാണുള്ളൂ, രണ്ടാമത് കാണില്ല. ഞാൻ കണ്ടിട്ടില്ല, എനിക്കിത് കണ്ടു തീർക്കാനുള്ള മനസ്സില്ല എന്നുള്ളതാണ്. സതയം എന്ന് പറയുന്ന സിനിമ, കമലദളം, ആകാശദൂത്, ചെങ്കോല്, ദേവദൂതൻ, വിചാരണ, സമ്മർ ഇൻ ബത്ലഹേം. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞ സിനിമകൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ സിനിമകളെല്ലാം സംവിധാനം ചെയ്ത് ഈ പറയുന്ന പരാജയപ്പെട്ട സംവിധായകനാണോ? പേളിമാണി ഈ സിനിമകളൊന്നും കണ്ടിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണല്ലോ നമുക്ക് ഒരുപാട് ഇമോഷനുകൾ തന്ന ആ സിനിമകളെല്ലാം സംവിധാനം ചെയ്ത സിബി മലയിലിനെ ഒരു പരാജയപ്പെട്ട ഒരു സിനിമാ സംവിധായകനായിട്ട് വിളിക്കാൻ ഉള്ള ഒരു ബോധമില്ലായ്മ ഇവർക്ക് തോന്നിയതെന്നുള്ളതാണ്. ചില ആളുകൾ അങ്ങനെയാണ്. ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ അല്പസ്വല്പം ഇത്തരം ആളുകൾക്കൊന്നും ഉണ്ടാവാറില്ല. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതായിരിക്കും. എന്തായാലും പ്രിവിലേജിൻ്റെ പുറത്ത് മാത്രം നിന്ന് സംസാരിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ബൈ.